ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ബറാത്ത് സ്പെഷ്യൽ വ്ലോഗുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ മുട്ട ബജിയാണ്. ഇന്ന് മോൾക്ക് കൂടി നോമ്പുള്ളതുകൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സ്നാക്ക് ആക്കാമെന്ന് കരുതി. മുട്ട ബജി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഇന്ന് അതാക്കാമെന്ന് വിചാരിച്ചു. ഈ ബജി ഉണ്ടാക്കിയ മാവ് നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നുണ്ട്. ഇത് വെറുതെ ഫ്രൈ ആക്കിയാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു അവർ ചാനൽ ഇറ്റി ബിറ്റി ഫൺ വേൾഡ്. നോമ്പായത് കാരണം വൈകുന്നേരമാണ് ഞാൻ കിച്ചണിൽ കയറുന്നത്. കയറിയ ഉടനെ പത്തിരിയാണ് ഇന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് പത്തിരിക്കുള്ള മാവ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബജി ഉണ്ടാക്കാൻ വേണ്ടി കോഴിമുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ചിക്കൻ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഇന്ന് വറുത്തരച്ച ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ബജിയാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. കട്ട് ചെയ്ത ചിക്കനിൽ നിന്ന് ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ മാറ്റി വെച്ച് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീർ ചില്ലി പൊടി, ഗരം മസാല, വിനീഗറും കൂടെ 1.5 ടീസ്പൂൺ മൈദപ്പൊടിയും ചേർക്കുന്നുണ്ട്. കോൺഫ്ലവർ ഉള്ളവർക്ക് കോൺഫ്ലവർ ചേർക്കാം. ഇവിടെ ഞാൻ മൈദ യൂസ് ചെയ്യുന്നു മാത്രം. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കൂടെ മുളക് ചേർത്ത് അരച്ചത് കൊണ്ട് തന്നെ 1 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൊടിയാണ് നമ്മളിവിടെ ചേർക്കുന്നുള്ളൂ. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്താം. നമ്മൾ കോഴിമുട്ട ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തിട്ടെടുക്കാം. ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വലിയ ജീരകം, ചെറിയ ഉള്ളിയും കറിവേപ്പിലയും 2-3 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് വറുത്തിട്ടെടുക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് സവാളയും ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് വറുത്ത് വെച്ച തേങ്ങ അരച്ചെടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളം ചേർത്തിട്ടാണ് അരക്കുന്നത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് അരഞ്ഞു കിട്ടുന്നതിന് വേണ്ടി ചൂടുവെള്ളം ചേർക്കുന്നതാണ്. സവാള ആയി വരുമ്പോഴേക്കും പത്തിരിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന മാവ് ഞാനൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായി കുഴച്ച് വെച്ച മാവിലേക്ക് ഒരല്പം ഓയിൽ ചേർത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റായിട്ട് നിൽക്കും. അതിനിടയ്ക്ക് നമ്മൾ കറിയിലേക്ക് വേണ്ട ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി കൂടെ ചേർത്തിട്ട് മൂടി വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതവിടെ ആയി വരുമ്പോഴേക്കും കുഴച്ച് വെച്ച മാവ് ഉരുളകളാക്കി മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ചിക്കൻ കറിയിലേക്ക് ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയിട്ടെടുക്കണം. വറുത്തരച്ച ചിക്കൻ കറിയിൽ പച്ചമുളകിൻ്റെ ടേസ്റ്റ് നല്ലതാണ്. അതുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ചിട്ട് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വയന്ന് വന്ന മസാലയിലേക്ക് ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ചിക്കനിൽ മസാല പിടിച്ചതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട. നന്നായി ഇളക്കിയ ശേഷം മൂടി വെച്ചിട്ട് വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ അവിടെ ആയി വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്തു തീർക്കാം. ഞാനിവിടെ ഓരോ ബോൾസ് റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോരോ പത്തിരികളായിട്ട് പരത്തിയിട്ടെടുക്കാം.
എൻ്റെ കൂടെ സഹായത്തിന് മോള് കൂടെ വന്നിട്ടുണ്ട്. അവൾ എനിക്ക് റൗണ്ട് ചെയ്ത് തരുന്നുണ്ട്, ഞാൻ അവിടെ പരത്തുന്നുമുണ്ട്. ഇതിനിടയിൽ ചിക്കൻ അവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ കറിയും ഏകദേശം ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ കറിയിലേക്ക് അരച്ച് വെച്ച തേങ്ങ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നാക്കി തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ബജിയുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇതിനായി നമുക്കൊരു മാവ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കളറിനും എരിവിനും വേണ്ടിയിട്ട് നമുക്ക് മസാലപ്പൊടികൾ കൂടെ ചേർക്കണം. ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്ന ഗരം മസാല ഈദാൻ്റെ ഗരം മസാലയാണ്. ഇത് നല്ല ഫ്ലേവറുമാണ്. നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാലയുടെ അതേ സ്മെല്ലും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഗരം മസാല പൊടിക്കാറില്ല. ഈദാൻ്റെ ഗരം മസാല പേക്ക് വാങ്ങിക്കുക ചെയ്യാറ്. ഇനി നമുക്കിതിലേക്ക് 2 നുള്ളി ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എരിവ് നോക്കിയ ശേഷം എരിവിന് വേണ്ടി കാശ്മീരി ചില്ലി പൊടിയോ ഇല്ലെങ്കിൽ ചില്ലി ഫ്ലെക്സോ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊരു ടേസ്റ്റുമാണ്, ചെറിയൊരു കളറും ഉണ്ടാവും. നമ്മൾ ബജി വെന്ത് വരുമ്പോൾ ചെറിയൊരു റെഡ് കളറും നമുക്ക് കിട്ടും. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. കുറേശ്ശെയായി വെള്ളം ചേർത്ത് ചെറിയൊരു കട്ടിയുള്ള രൂപത്തിലായിരിക്കണം നമ്മളെ മാവ് വരേണ്ടത്. ഇനി നമ്മൾ കോഴിമുട്ട 2 3 കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളെ ഫില്ലിങ് നിറച്ച് കൊടുക്കുക. ഫില്ലിങ്ങിന് വേണ്ടി ഞാനിവിടെ തേങ്ങയും സവാളയും പച്ചമുളകും മല്ലിച്ചെപ്പും പിന്നെ ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മുടെ കോഴിമുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ അതും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇത് നന്നായിട്ട് കോഴിമുട്ടയിൽ ഫില്ല് ചെയ്ത് വെക്കുക. എണ്ണ ചൂടാക്കിയ ശേഷം നമ്മൾ ബാറ്ററിൽ മുക്കി കോഴിമുട്ട നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ പത്തിരി കൂടെ ചുട്ടെടുക്കുന്നുണ്ട്. നിങ്ങൾ ഒരു തവണ ഈ ബാറ്റർ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. നമുക്ക് വേണമെങ്കിൽ ആ ബാറ്ററിന് ഒന്നും കൂടെ ഫ്ലേവർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിൻ്റെ കൂടെ 1-2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചെപ്പും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്കിതിൽ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ നമ്മൾ ആ മാവിന് ടേസ്റ്റ് കിട്ടും. ഈ മാവ് വെറുതെ നമ്മൾ ഫ്രൈ ആക്കിയിട്ട് കഴിച്ചാലും നല്ല രുചിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഇവിടെ വന്ന് പറയണം. എന്തായാലും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ പത്തിരിയും തേങ്ങ വറുത്തരച്ച കറിയും ചിക്കൻ ഫ്രൈയും മുട്ട ബജിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുമോ? സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് കമൻറ്റ് കൂടെ ചെയ്യണം. അപ്പം ഞങ്ങൾ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും